السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. صدق الله العظيم. സ്നേഹധനീയരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗദർശനമനുസരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത മാതൃകകൾ പിൻപറ്റി ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ, അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോകമോക്ഷവും കരഗതമാക്കുവാൻ നിരന്തരമായി ശ്രമിക്കണമെന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരോടെന്ന പോലെ ഞാൻ എന്നോയും ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, പ്രത്യേകമായ സവിശേഷമായ ദിനങ്ങളിൽ, സാഹചര്യങ്ങളിൽ തത്സംബന്ധമായ കൃത്യമായ വീക്ഷണത്തോടെ, നിലപാടോടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ. എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നബിദിനവും ഓണവും ഒത്തുവന്നിട്ടുള്ള അത്യപൂർവമായ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്ന് പറയുന്നതിന് നബിദിനത്തെ ഒരു ആഘോഷമായി കാണുമ്പോഴും ഓണത്തെ മറ്റൊരാഘോഷമായി കാണുമ്പോഴും രണ്ടിനെയും ഇരട്ടി മധുരത്തോടെ ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു മുസ്ലിം സത്യവിശ്വാസി എന്ന നിലയിൽ പ്രമാണബദ്ധമായി വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെയും ഒക്കെ കൃത്യമായ നിരീക്ഷണത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് നാം ഏതിനെയും നോക്കിക്കാണേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ബലിപ്പെരുന്നാളും മറ്റൊന്ന് ഈദുൽ ഫിത്തറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അതിനു മുമ്പ് മദീനയിൽ നിന്ന് മക്കയിൽ വന്ന് നബിയോടൊപ്പം ബൈഅത്ത് ചെയ്തിരുന്ന മദീനക്കാരായ കുറെ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി അവരോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോൾ അവർ വർഷത്തിൽ 2 ദിനങ്ങൾ പ്രത്യേകമായ ആഘോഷ ദിനങ്ങളായി കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
ഏതാണ് നിങ്ങൾ ഈ പ്രത്യേകമായ ആഘോഷം നടത്തുന്ന ഈ ദിനങ്ങൾ? അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ. ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പഴയകാല അപരിഷ്കൃത ജീവിതത്തിൽ ആ ദിനങ്ങൾ ഞങ്ങൾ ആഘോഷ ദിനങ്ങളായി കണ്ടിട്ടുള്ള ദിനങ്ങളാണ്. ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും ഞങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ആ ആഘോഷത്തെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളത് കളി വിനോദങ്ങളിലൊക്കെ ഏർപ്പെടും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. നിങ്ങൾക്ക് ആ 2 ദിനങ്ങൾക്കും പകരമായി മറ്റു 2 ദിനങ്ങൾ വർഷത്തിൽ അല്ലാഹു ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും കളിക്കാനും ഉല്ലസിക്കാനുമായി നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട്. അതൊന്ന് യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. അതൊന്ന് വലിയ പെരുന്നാളും മറ്റൊന്ന് ചെറിയ പെരുന്നാളുമാണ്. നിങ്ങൾക്ക് ഒന്നാമത്തത് ബലിപ്പെരുന്നാളാണ്, മറ്റൊന്ന് റമദാന്റെ വ്രതാനുഷ്ഠാനത്തിന്റെ ഒടുവിൽ വരുന്ന ചെറിയ പെരുന്നാളാണ്. ഈ 2 പെരുന്നാളുകളും നിങ്ങൾക്ക് അല്ലാഹു തആല നിങ്ങൾ മുമ്പ് നിങ്ങളുടെ നാട്ടുകാരോടൊപ്പം ആഘോഷിച്ചു കൊണ്ടിരുന്ന ആഘോഷത്തിന് പകരമായി അല്ലാഹു നൽകിയിട്ടുള്ളതാണ്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മുടെ നാടുകളിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും നടക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള 2 ആഘോഷങ്ങളാണ് ബലിപ്പെരുന്നാളും ചെറിയ പെരുന്നാളും. ബലിപ്പെരുന്നാളിനും അതുപോലെ ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾ അത് വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ വ്യക്തികളെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളല്ല, അല്ലെങ്കിൽ ആഘോഷങ്ങളല്ല. മറിച്ചത് പടച്ച തമ്പുരാനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് അതിലൂടെ നേടുന്ന സന്തോഷത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണ്. ഉദാഹരണമായി നമ്മുടെ ഈദുൽ ഫിത്തർ, അത് 1 മാസക്കാലം വ്രതാനുഷ്ഠാനം നടത്തുമ്പോൾ ആ വ്രതാനുഷ്ഠാനം മനുഷ്യൻ സാധാരണഗതിയിൽ സന്തോഷത്തിനും ആഹ്ലാദത്തിനും നിമിത്തമാക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെയും ജീവിത സൗകര്യങ്ങളുടെയും സമാഹാരം, അത് സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിനെ അതിനെ നിരാകരിച്ചുകൊണ്ടൊരു പട്ടിണിയാണ് 30 നാളിൽ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. മനുഷ്യൻ സാധാരണഗതിയിൽ സന്തോഷത്തിന് ഹേതുവാക്കുന്ന നിമിത്തമായി കാണുന്ന നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ജീവിത സൗകര്യങ്ങളും ഇതിന്റെയൊക്കെ ഒരു നിരാകരണമാണ്, മാറ്റിവെക്കലാണ് റമദാനിൽ അല്ലാഹു തആല തരുന്നത്. എന്നിട്ട് അല്ലാഹു എന്ത് ചെയ്യുന്നു? 29 30 നോമ്പ് പൂർത്തിയാക്കിയിട്ട് അയാള് പിന്നീടാണ് ജീവിത വിഭവങ്ങൾ കൊണ്ട് അയാളുടെ ആഘോഷത്തിലേക്ക് പോകുന്നത്. അപ്പോൾ തീറ്റയും കുടിയും സുഖാസ്വാദനങ്ങളുമായി കഴിയുന്ന ഭൗതികമായ വസ്തുവകകളും സൗകര്യങ്ങളും കൊണ്ട് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ ഒരു പുതിയ തരത്തിലുള്ള ആത്മീയമായ ആഘോഷവും ഉത്സവവും അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഏത്? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ആ ഖുർആനിന്റെ വാർഷികമാണ് റമദാൻ. ആ വാർഷിക ദിനത്തിലെ 30 നാൾ നിരന്തരമായി ഖുർആൻ വായിച്ചും പഠിച്ചും ചിന്തിച്ചും നമസ്കരിച്ചും നോമ്പെടുത്തും ദാനധർമ്മങ്ങൾ ചെയ്തും ബന്ധങ്ങൾ വിളക്കിച്ചേർത്തും അതിലൂടെ ഒരു ആത്മീയമായ സുഖം ആസ്വദിക്കുകയാണ്. ആ സുഖത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അല്ലാഹു തആല നമ്മളോട് 30-ാം ദിനത്തിൽ അല്ലെങ്കിൽ ശവ്വാൽ 1-ന് പെരുന്നാൾ ആഘോഷിക്കാൻ പറയും.
അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅതുക്കും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു സതുപദേശം വന്നിട്ടുണ്ട്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നല്ല ഒരു ഔഷധവും ശമനവും വന്നിട്ടുണ്ട്. വഹുദൻ വറഹ്മതൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, സന്മാർഗവും അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യവും മുഅ്മിനീങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ബിഫളിലില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ പേരിൽ, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യത്തിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കുക. ഫബിദാലിക ഫൽയഫ്റഹു, അക്കാരണത്താൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവരെ വാരിക്കൂട്ടുന്ന സമാഹരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെക്കാൾ, വസ്ത്രങ്ങളെക്കാൾ, മണിമാളികകളെക്കാൾ, വാഹനങ്ങളെക്കാൾ, ജീവിത സൗകര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിമിത്തമാകുന്നത് പരിശുദ്ധ ഖുർആനും അവിടുത്തെ പ്രവാചകനും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് വന്നു കിട്ടുന്ന സന്മാർഗ ദർശനവും അതിനെ പിന്തുടരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദവും ആനന്ദവും സന്തോഷവും അലങ്കാരവും ഇതെല്ലാം കൂടി ചേർന്ന് കിട്ടുമ്പോഴുള്ള മാനസിക ഉല്ലാസമാണ് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തിന് കാരണമായി തീരുന്ന കാരണം. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു എന്ന്. അപ്പൊ ഇവിടെ സന്തോഷത്തിന്റെ ഒരു പുതിയ തലം അല്ലാഹു തആല നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യൻ സാധാരണ സന്തോഷിക്കാറുള്ളത് ഞാൻ പറഞ്ഞു വന്നതുപോലെ മനുഷ്യന്റെ ഭൗതിക വിഭവങ്ങൾ കൊണ്ടാണ്. അതൊക്കെ ഒന്ന് മാറ്റിവെക്ക്, പട്ടിണി കിടക്ക്. എന്നിട്ട് ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ ആത്മീയ ഉത്സവം, ആത്മീയമായ ആഘോഷം. അങ്ങനെ തന്നെ അല്ലേ നമുക്ക് റമദാൻ എന്നൊക്കെ പറഞ്ഞാൽ? നമ്മൾ എന്തെങ്കിലും ജീവിത വിഭവങ്ങൾ കണ്ടിട്ടാണോ? നോമ്പ് പിടിക്കാൻ ഒരു പ്രത്യേക ആനന്ദം, തറാവീഹ് നമസ്കരിക്കാൻ ഒരു ആനന്ദം, ഖുർആൻ ഓതാൻ ഒരു ആഹ്ലാദം, അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു പ്രത്യേക ഉത്സാഹം. ഇത് ആത്മീയമായ ഒരു ആഘോഷത്തിന്റെ മറ്റൊരു തലത്തെ അല്ലാഹു പരിചയപ്പെടുത്തി തരികയാണ്. ഈ ആത്മീയമായ ആഘോഷത്തിന്റെ നിദാനങ്ങൾ, കാരണങ്ങൾ ഇതൊക്കെ നിലനിൽക്കുകയുള്ളൂ. ഇത് സ്ഥായിയായി മനുഷ്യനെ സന്തോഷിപ്പിക്കും. ഈമാൻ, സത്യവിശ്വാസം, പരലോകത്തിലുള്ള ഉറച്ച ബോധ്യം, ഖുർആൻ പറയുന്ന മാനവിക മൂല്യങ്ങൾ, അതിന്റെ സംസ്കാരം, അതിന്റെ ആദർശം, ഇതൊക്കെ മനുഷ്യന് സ്ഥിരോത്സാഹിയാക്കും, അവന് ഭയങ്കരമായ സന്തോഷം നൽകും. എന്നാൽ ഭൗതിക വിഭവങ്ങൾ നൈമിഷികമായ സുഖങ്ങളെ നൽകൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ പഴയ തരത്തിലുള്ള ജീവിതത്തിലേക്കും മടുപ്പിലേക്കും മരവിപ്പിലേക്കും. നല്ല ഒരു വിനോദയാത്ര പോയി, വിനോദയാത്ര പോകുമ്പോഴുള്ള ഉത്സാഹം മടങ്ങി വരുമ്പോൾ ഉണ്ടാവില്ല. വാടിത്തളർന്ന് തലചായ്ച്ച് മടുത്ത് മരവിച്ച് വീട്ടിലേക്ക് കയറി വരികയാണ് മനുഷ്യൻ. നല്ല ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിച്ച് 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 മടുപ്പ് വരികയാണ്. പിന്നെ വേണ്ട, കണ്ടാൽ ഓർക്കാനും വരും. ഇതേപോലെ തന്നെയാണ് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ധരിക്കുന്നു. അത് തന്നെ സ്ഥിരം ധരിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്കത് മടുപ്പായിരിക്കും. പിന്നെ അയാൾക്ക് തോന്നുന്നു ലളിതമായ എന്തെങ്കിലും ഒന്ന് ധരിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. ഏത് കാര്യവും മടുപ്പുണ്ടാക്കുന്നതാണ് ദുനിയാവിന്റെ സന്തോഷം. എന്നാൽ ആത്മീയമായ സന്തോഷം അത് സ്ഥായിയായതാണ്, എന്നും നിലനിൽക്കുന്നതാണ്. വീട്ടിൽ മരണമുണ്ടായാൽ, ഉറ്റവരുടെ വേർപാടുണ്ടായാൽ, കടങ്ങൾ വന്നു കയറിയാൽ, രോഗങ്ങൾ വന്നുപെട്ടാൽ, അപ്പോഴും ഒരു മുഅ്മിൻ സന്തുഷ്ടനായിരിക്കും. അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്ഥായിയായ സന്തോഷത്തെ പഠിപ്പിക്കുകയാണ് നമ്മുടെ പെരുന്നാളിൽ, നമ്മുടെ ആഘോഷം. രണ്ടാമത്തെ പെരുന്നാൾ നിങ്ങൾ നോക്കൂ, ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹയുടെ പ്രത്യേകത എന്താണ്? പരിശുദ്ധമായ ഹജ്ജ്. ആ ഹജ്ജിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് നമ്മൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. അല്ലാഹുവിനുള്ള ഇബാദത്താണത്. രണ്ട് പെരുന്നാളിനും നിമിത്തമാകുന്നത് അല്ലാഹുവിനുള്ള ഇബാദത്ത് പൂർത്തിയാക്കുന്നതിലൂടെയാണ്.
അപ്പോ ബലിപ്പെരുന്നാളിൽ നമ്മളെ തന്നെ അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹ്ക്ക് സ്വന്തത്തെ സമർപ്പിച്ചു, അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞു കൊടുത്തപ്പോ ആ ജീവിതം തിരിച്ചു കിട്ടി. ഭയങ്കര സന്തോഷമായി. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുപോയി മക്കാ മണൽക്കാട്ടിൽ ഒഴിവാക്കിയപ്പോ അല്ലാഹു തആല സംസമിന്റെ നീരുറവ പൊട്ടിച്ചൊഴുകി കൊടുത്തു. ലോകത്തിന് മുഴുവൻ ഇന്നും സന്തോഷത്തിന്റെ അലകൾ തീർത്തുകൊണ്ട് അത് പൊട്ടി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ ബലിയെറുക്കാൻ തയ്യാറായപ്പോ അല്ലാഹു തആല മകനെ തിരിച്ച് വിട്ടുകൊടുത്തു. പകരം നല്ല വിഭവസമൃദ്ധമായി കഴിക്കാൻ നല്ല മട്ടൻ നൽകി, നല്ല മാംസ വിഭവം കൊടുത്തു. ലോകത്തിന് മുഴുവൻ അത് നൽകിയിരിക്കുന്നു. അപ്പോ ഒരു ഭാഗത്ത് സമർപ്പണത്തിലൂടെ അള്ളാഹ്ക്ക് വേണ്ടി സ്വന്തമായുള്ളതിനെ മുഴുവൻ സമർപ്പിക്കുമ്പോ നമുക്ക് അള്ളാഹ് തിരിച്ചു തരുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷമേ നിലനിൽക്കുള്ളൂ. ഒരു മുഅ്മിനിന്റെ സന്തോഷത്തിന്റെ തലം അതാണ്, ആത്മീയമാണ്. അല്ലാതെ എനിക്കിങ്ങനെ ജീവിക്കാം, അന്ന് ആഹാരം തന്നു, വസ്ത്രം തന്നു, വെള്ളം തന്നു, വീട് തന്നു, കൊട്ടാരം തന്നു, മണിമാളിക തന്നു, ഒരുപാട് ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകൾ, വസ്തുവകകൾ നൽകിയിരിക്കുന്നു, വലിയ വലിയ വാഹനങ്ങൾ തന്നിരിക്കുന്നു. ഞാൻ ആരാണ്? ഞാൻ നിസ്കരിക്കുന്നു, ദിക്ർ ചെയ്യുന്നു, ദുആ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യും, ഞാൻ വലിയ സംഭവമാണ് എന്നല്ല സഹോദര. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആരാധനകൾ നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഭോഗിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തി മാറ്റിവെക്ക്. നിനക്ക് വേറൊരു സന്തോഷം ഞാൻ തരാം. അത് ഖുർആനികമാണ്, അത് ദിവ്യമാണ്, പടച്ചവനിൽ നിന്നുള്ളതാണ്. അത് ഒരുപാട് മലക്കുകളുടെ പ്രൊട്ടക്ഷനോടുകൂടി അമീൻ, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം അൽ അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈമാറിയ ഭദ്രമായ ഒരു ദിവ്യ വെളിപാടിന്റെ മഹാ വെട്ടിത്തിളങ്ങുന്ന സത്യമാണ്. അത് നിന്റെ ഹൃദയത്തിലേക്ക് നീ ഏറ്റുവാങ്ങ്. നിന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടാകും, നിന്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടാകും, നിന്റെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും പ്രകാശമുണ്ടാകും. ജീവിതം ഐശ്വര്യപൂർണമാകും. ഒരു പുതിയ തിളക്കം ജീവിതത്തിന് അനുഭവപ്പെടും. അതാണ് സന്തോഷം, അതാണ് സന്തോഷം. ഇത് കിട്ടിയാൽ തിന്നാൽ സന്തോഷം, പട്ടിണിയായാൽ ദുഃഖം. രോഗം എന്നാൽ ദുഃഖം, ആരോഗ്യമുണ്ടെങ്കിൽ സന്തോഷം. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ സമയത്തും ഹാപ്പി, ബി ഹാപ്പി. സൈക്കോളജിസ്റ്റുകൾ പറയുമല്ലോ, എന്താണ് എപ്പോഴും ഹാപ്പി ആവുക. ഈമാൻ, ഇതാണ് നമ്മളെ കൊണ്ട് അല്ലാഹു തആല ആഘോഷിക്കാൻ പറയും. അവർ സമാഹരിച്ചു വാരിക്കൂട്ടുന്ന ഭൗതിക വിഭവങ്ങളെക്കാൾ അവർക്ക് ഏറ്റവും ഉത്തമം അതാണ്. അവര് അതുകൊണ്ട് സന്തോഷിച്ചുകൊള്ളട്ടെ. അപ്പോഴാണ് നമുക്ക് ആഘോഷത്തിന്റെ അർത്ഥം പിടിക്കും. ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഈ രൂപത്തിലുള്ളതാണ്. നബിദിനം വന്നു, നമുക്ക് സന്തോഷമുണ്ട്, നമ്മുടെ ആഘോഷം ആത്മീയമാണ്. നമുക്ക് 2 ആഘോഷ ഈദുകളേ ഉള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കിട്ടിയതിന്റെ പേരിൽ നമുക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദവും ഉണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി. അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യത്തിന്റെ പേരിലും കാരുണ്യത്തിന്റെ പേരിലും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. എന്താണ് ഫദ്ല്? ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുന്നുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ വായിക്കാനും ഓതാനും പഠിക്കാനും ചിന്തിക്കാനും അതുപയോഗിച്ച് ജീവിതത്തെ സംസ്കരിക്കാനും ശ്രമിക്കുന്നവർ, അവർക്കത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കുള്ളൂ. അപ്പൊ ഖുർആനിന്റെ ഹിദായത്താണ് ആ ഒരു ഔദാര്യം. രണ്ടാമത്തേത് എന്താണ്? വബിറഹ്മതി. അല്ലാഹുവിന്റെ കാരുണ്യവും വന്ന് കിട്ടിയിരിക്കുന്നു. എന്താ കാരുണ്യം? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നിന്നെ നാം അയച്ചിട്ടുള്ളത്, താങ്കളെ നാം അയച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ കരുണയുടെ കടാക്ഷമാണ്. ആ നബി നമുക്ക് കിട്ടി. സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷം ബിരിയാണിയിലല്ല, നമ്മുടെ സന്തോഷം കളർ ലൈറ്റുകളിലല്ല. നമ്മുടെ സന്തോഷം മാനസികമാണ്, മാനസികമാണ്. ആ മാനസികമായ സന്തോഷം
അത് ഉണ്ടാകണമെങ്കിൽ അതിനെ നമ്മൾ അറിയണം. നോമ്പിനെ നമ്മൾ തൊട്ടറിഞ്ഞപ്പോ അതിൽ നമുക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടായി. പലർക്കും റമദാനിന്റെ അവസാനത്തെ ചന്ദ്രനിലാവ് അസ്തമിച്ചു പോയി. ശവ്വാലിന്റെ പൊന്നമ്പിളി ഉദിക്കുമ്പോ ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിലും മോമിനികൾ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരയും അല്ലേ? എന്താ കാരണം? വീട്ടിൽ നാളെ പെരുന്നാളല്ലേ, പിന്നെന്തിനാ ഇന്ന് മകരവിൽ ഇരുന്നിട്ട് കരയുന്നത്? അത് ആത്മാവിന്റെ ആ സന്തോഷം. ആത്മാവ്, നമ്മുടെ കൽബ് ഭയങ്കരമായ ഒരു ആസ്വാദനത്തിലായിരുന്നു. നിരാകരണത്തിന്റെ ഒരു സുഖം, ഈമാനിനെ സ്വീകരിച്ചതിന്റെ ഒരു സുഖം, അങ്ങനെയായിരുന്നു നമ്മൾ. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഘോഷിക്കുമ്പോ ആ നബി ദിനത്തെ അല്ല ആഘോഷിക്കുന്നത്, പിന്നെയോ ആ നബിയെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നബിയെ ആഘോഷിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ നമുക്ക് തന്നോ അത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആഘോഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ മുഴുവൻ ജീവിതത്തിന്റെ ദർശനങ്ങളും മാതൃകകളും ഇങ്ങോട്ട് ആവാഹിക്കണം. ഇമാമിങ്ങളെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. റസൂലിന്റെ റസൂൽ എന്താ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് സ്വീകരിച്ചോ, എന്തൊക്കെ കൽപ്പിച്ചോ അതിനെ നിങ്ങൾ പാലിക്കൂ, എന്തൊക്കെ വിലക്കിയോ അതിനെ നിങ്ങൾ ഒഴിവാക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുതന്നു. എന്താ? പരിശുദ്ധ ഖുർആനും അവിടുത്തെ മഹത്തായ ജീവിതവും നമുക്ക് കൈമാറി. ആ ജീവിതത്തെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അതിൽ കുറെ കൽപ്പനകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ഉണ്ട്, കുറെ വിലക്കുകൾ, നിരോധനങ്ങളും ഒക്കെയുണ്ട്. ഇതൊന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല. പക്ഷെ റസൂൽ നമുക്ക് വേണം. അത് വിരോധാഭാസം അല്ലേ? ആണോ? അല്ലേ? അത് വിരോധാഭാസമാണെങ്കിൽ നമ്മൾ തിരുത്തണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് നമ്മൾ കയറ്റിക്കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുക. അപ്പൊ മുഅ്മിനീങ്ങളുടെ ആഘോഷങ്ങളുടെ അർത്ഥം ആത്മീയമാണ്. എന്നാൽ ഈ നേരെ തിരിച്ചു നോക്കൂ, നമ്മുടെ സഹോദരങ്ങൾ, മറ്റുള്ളവർ, അവരുടെ ആഘോഷങ്ങൾ അധികവും വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായതാണ്. ആൾദൈവങ്ങളെ ആരാധിക്കുകയാണ്. അത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും അല്ലെങ്കിൽ നാരായണ ഗുരു ജയന്തി ആണെങ്കിലും ശ്രീകൃഷ്ണ ജയന്തി ആണെങ്കിലും അവരുടെയൊക്കെ ജന്മനാളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ സമാധിയോ അല്ലെങ്കിൽ വിയോഗമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് ആഘോഷിക്കാൻ നമുക്ക് വകുപ്പില്ല. ഇപ്പൊ ഓണത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്, അതുപോലെ ക്രിസ്മസിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. ക്രിസ്മസ് എന്താ പറയുന്നത്? അത് യേശു പുൽക്കൂട്ടിൽ ജനിച്ചതാണ്. യേശു ആരാ? ദൈവപുത്രനായ യേശു. ദൈവപുത്രൻ എന്നുള്ളൊരു വാക്കും ആ വിശ്വാസത്തെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? അത് ഭയങ്കരമായ, പടച്ചവന്റെ അടുക്കൽ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഖുർആൻ വളരെ ഗൗരവത്തോടെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണിയേശു പിറന്നു, ദൈവപുത്രനായി. യേശു പിറന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. പക്ഷെ അത് ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളത് അല്ലാഹ് പൊറുക്കാത്ത കൊടിയ അപരാധമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരു സഹോദരങ്ങൾ ആഹ്ലാദിക്കുന്നു. അത് മതപരമായ നിലയിൽ അതിനെ കൊണ്ടുപോകും. ഇതേപോലെ അങ്ങനെ മതപരമായി കൊണ്ടുപോകുന്ന ആഘോഷങ്ങൾ അത് ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ അതിന്റെ സംഘാടകരാകാനോ അതിനോടൊപ്പം ചേരാനോ നമുക്ക് നിർവാഹമില്ല. കാരണം ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല. ഓണത്തെക്കുറിച്ച് പല സങ്കല്പങ്ങളുണ്ട്. ഒന്ന്, അത് മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പറയുന്ന പാട്ടുപോലും. അപ്പൊ ഇവിടെ സമത്വവും നീതിയും സമൃദ്ധിയുമെല്ലാം
ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള വളരെ അമൂർത്തമായ വിചാരമാണ്, സങ്കല്പമാണ് കുറെ മനുഷ്യരുടെ. അപ്പൊ ആ സങ്കല്പം നല്ലതാണ്, ഇനിയും. അപ്പൊ ആ മഹാബലി നാട് കാണാൻ വേണ്ടി വരുന്നു. അപ്പോ ആ ഒരു സങ്കല്പവും ആ മാവേലിയെ വരവേൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുക്കങ്ങൾ, ഇതൊക്കെ ഐതിഹ്യങ്ങളാണ്, വസ്തുതകളല്ല. പക്ഷെ നല്ല വിചാരമാണ്. നീതിയും സമത്വവും സമൃദ്ധിയും ഒക്കെ ഉള്ള ഒരു സാമൂഹികമായ അവസ്ഥ വിഭാവന ചെയ്യുന്ന സങ്കല്പം എന്ന നിലയിൽ. അതേപോലെ മറ്റൊരു വിചാരമാണ് കേരളത്തിൽ. ഇവിടുത്തെ എന്താണ്, കൊയ്ത്തുത്സവമാണ്, വിളവെടുപ്പിന്റെ ഉത്സവമാണ്. ചിങ്ങമാസത്തില് വിളവെടുപ്പ് നടക്കുന്ന കൊയ്ത്തുത്സവമാണ്, കാർഷികമായിട്ടുള്ള ഒരു ആഘോഷമാണ്. ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ സമൃദ്ധിയോടെ കൃഷി ചെയ്ത് വിളവെടുത്ത് അത് മനുഷ്യർക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അത് നല്ല വിചാരമാണ്. എന്നാൽ ഇതൊക്കെ വേറെ ചില അധിനിവേശങ്ങൾ ഇതിലുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിൽ മതപരമായ വശങ്ങൾ, ബഹുദൈവത്വപരമായ വശങ്ങൾ, ഫാഷിസത്തിന്റെ കയ്യടക്കലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വാമന ജയന്തിയായി മഹാബലിയെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ജനിച്ച ദിനമായി അതിനെ കാണുന്നവരുണ്ട്. തൃക്കാക്കരപ്പനും വാമനനെ ആരാധിക്കുന്ന പ്രത്യേകമായ തൃക്കാക്കര ക്ഷേത്രത്തിലെ പൂജയുമൊക്കെ കേരളത്തിന്റെ ഓണസങ്കല്പത്തിന്റെ കേന്ദ്രം. അപ്പൊ ആ അർത്ഥത്തിൽ വാമന ജയന്തി ആഘോഷിക്കുന്ന ബ്രാഹ്മണ ഹിംസാത്മക ഹിന്ദുത്വ ശക്തികളുണ്ട്. അവർ ഇതിനെ, ആഘോഷത്തെ ചിന്താപരമായി അതിനെ പരിവർത്തിപ്പിച്ച് മറ്റൊരു തലത്തിലേക്ക്, ഹിംസയുടെ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടത്തെ അസുര ചക്രവർത്തിയെ ചവിട്ടിത്താഴ്ത്തിയതിന്റെ ആഘോഷം ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഉത്സവമാക്കി അതിനെ മാറ്റുകയാണ്. വേറൊരു തരത്തിലുള്ള വർണ്ണാശ്രമ സങ്കല്പത്തിലേക്കും അതേപോലെ തന്നെ ഫാഷിസ്റ്റ് മേധാവിത്വത്തിലേക്കും ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളും വിചാരങ്ങളും സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതില് ബഹുദൈവത്വപരമായ സങ്കല്പം അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് അതിലെ ദിശാദേവന്മാരുടെ പ്രതീകങ്ങളായിട്ട് പുഷ്പങ്ങൾ ചക്രമാക്കി വൃത്താകൃതിയിൽ വെച്ചിട്ട് അതില് ഇന്ദ്രനും വരുണനും യമനും അതേപോലെ കുബേരനും തുടങ്ങിയിട്ടുള്ള 8 ദേവന്മാരുടെ പ്രതീകങ്ങളാണ് ഇത്തരത്തിലുള്ള 8 ദിശകളെ സൂചിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള പൂക്കളം. അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സങ്കല്പങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ നമ്മൾ പൂർണ്ണമായി അതിനെ ഉൾക്കൊള്ളാനും അതല്ലെങ്കിൽ അതിന്റെ ആഘോഷിക്കുന്ന ആളുകളെ നിരാകരിക്കാനും നമുക്ക് വകുപ്പില്ല. മറിച്ച് നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെല്ലാം തികഞ്ഞവരാണ്. ഖൈറു ഉമ്മത്ത്, കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി മാതൃകയായി പുറത്തു കൊണ്ടുവരപ്പെട്ടിട്ടുള്ള, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹം എന്ന നിലയിൽ പരിശുദ്ധ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്ക് ഒന്നും കടം കൊള്ളേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വാസവും ആദർശവും സംസ്കാരവും ജീവിത വീക്ഷണങ്ങളും സാമൂഹികമായ നിലപാടുകളും ഇതെല്ലാം പരിപൂർണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ദിവ്യാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനി ഒരു കുറവും ഇതിനകത്തില്ല. നിങ്ങൾക്ക് ആഘോഷിക്കണമോ ഏറ്റവും സമുചിതമായി, ആദർശപരമായി, സാംസ്കാരികമായ ഔന്നത്യത്തോടെ, പ്രതാപത്തോടെ
ചെയ്യാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വകുപ്പുണ്ട്. നിങ്ങൾ അപ്പുറത്തത് കടമെടുക്കണ്ട. അതിന്റെ സംഘാടകരാവണ്ട. നിങ്ങൾ അതിന്റെ നടത്തിപ്പുകാരാവണ്ട. നിങ്ങൾ കസവ് കൊണ്ടെടുത്ത് അത്തമിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ കളിച്ച് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. മറ്റാരും അത് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ മതത്തിന്റെ ആരാധനകളോ ആഘോഷങ്ങളോ മറ്റാരെങ്കിലും ഏറ്റെടുക്കാറുണ്ടോ? നമ്മൾ ബലിമൃഗത്തെ അറുത്ത് ഉളഹിയ നടത്തുമ്പോൾ അതേപോലെ വേറെ ഏതെങ്കിലും സമൂഹങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ബലിപ്പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അതാരെങ്കിലും ചെയ്യാറുണ്ടോ? ഇതൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പൊ എല്ലാ സമൂഹങ്ങളും അങ്ങനെ തന്നെ. മതങ്ങളായാലും സമൂഹങ്ങളായാലും പ്രസ്ഥാനങ്ങളായാലും അവരവർക്ക് അവരുടേതായ വ്യതിരിക്തമായ അസ്തിത്വങ്ങളും ആദർശങ്ങളുമുണ്ട്. അതിനെ അവരവർ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് അതിൽ ഭംഗിയുണ്ടാകും. നമ്മൾ മറ്റുള്ളവരുടേതും അവര് നമ്മുടേതും അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊണ്ടുപോയാൽ അതിലർത്ഥമില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച ഒരു അതിമഹത്തായ ഇസ്ലാമാണ്. ഈ ഇസ്ലാം സമ്പൂർണമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ആഘോഷിക്കാനുള്ള ഒരു വ്യഗ്രത വരുന്നത് മറ്റുള്ളവരുടേത്? ഒന്ന്, നമ്മുടെ അപകർഷതാബോധമാണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമ്മുടെ കോംപ്ലക്സ് ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇസ്ലാം അതിന്റെ പേരിൽ ആത്മാഭിമാനത്തോടെ ഔന്നത്യബോധത്തോടെ നമുക്ക് നിലകൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നില്ലേ? ഇസ്ലാമിനെ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കൈവഴിയായി കിട്ടിയിട്ടുള്ള യാന്ത്രികമായി നമ്മളിലേക്ക് വന്നു ചേർന്ന ചില ആചാരങ്ങളും കോലങ്ങളും മാത്രമായി നിൽക്കുന്നു. അത് കൽബിലേക്ക് തുറന്നു കയറുന്ന ആദർശമായി നമ്മളിലേക്ക് വരുന്നില്ല. അത് നമ്മുടെ ചിന്തകളെ ചൂടുപിടിപ്പിക്കുന്നില്ല, നമ്മുടെ സിരകളെ ത്രസിപ്പിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒരു വിപ്ലവമായി മാറുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം എന്ന ഒരു ആദർശത്തെ മറ്റു മതങ്ങളെപ്പോലൊരു മതമായി നമ്മൾ കണ്ടുപോയി സഹോദരന്മാരെ. അതുകൊണ്ടാണ്. അതേസമയം ഇസ്ലാമിനെ നിങ്ങൾ പഠിച്ചറിഞ്ഞു നോക്കൂ, നമ്മുടെ ഉറക്കം കെട്ടുപോകും. നമ്മൾ അതിന്റെ പിന്നാലെ കൂടും. ലോകത്ത് ഇസ്ലാമിനെ പഠിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. അവരുടെ ജീവിതം അപ്പാടെ മാറി മറിയുകയാണ്. അവർക്ക് രണ്ട് ജീവിതം, ഇസ്ലാമിന് മുമ്പും ആഫ്റ്റർ എന്നും ബിഫോർ എന്നും മാറുകയാണ്. നമുക്ക് അങ്ങനെയില്ല. നമ്മൾ ഇസ്ലാം വന്ന് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആഫ്റ്ററും ബിഫോറും ഇല്ല. ഇസ്ലാമിന് മുമ്പ് ശേഷം എന്നൊരു അവസ്ഥ നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് കടമെടുക്കേണ്ടി വരുന്നത്? ഒന്ന്, നമ്മുടെ ഇത് തന്നെയാണ്, അപകർഷത. ഞാൻ മോശക്കാരനാണ്, എന്റെ മതം കൊള്ളാത്തതാണ്, എന്റെ ചിഹ്നങ്ങൾ, എന്റെ നാമങ്ങൾ, എന്റെ ആദർശം, എന്റെ സംസ്കാരം ഇത് മോശമാണ്. നാലാളുകൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കാൻ പറ്റാത്തതാണ്, പ്രതിനിധാനം ചെയ്യാൻ പറ്റാത്തതാണ്. എന്റെ ഐഡന്റിറ്റി പ്രശ്നമാണ്. ഞാനിവിടെ മൊത്തം പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് നമുക്ക് ആ അഭിമാന ബോധമില്ല. ഐഡന്റിറ്റി ക്രൈസിസ് നമ്മൾ നേരിടുന്നു. അത് നമ്മൾ മാറണം. അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നവനും ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിനെ അഭിമാനത്തോടെ ഏറ്റെടുക്കുമ്പോൾ എവിടെയും ആരുടെ മുമ്പിലും പുഞ്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരി പൊഴിച്ചുകൊണ്ട്, നെഞ്ച് നിവർത്തി നിന്നുകൊണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുസ്ലിം, ഐ ആം എ മുസ്ലിം എന്ന് പറയാൻ നമുക്ക് കഴിയും. എന്റെ ആദർശം ഇതാണ്, എന്റെ സംസ്കാരം ഇതാണ്, ഇതിൽ എന്റെ കാഴ്ചപ്പാട് ഇന്നതാണ്, എന്റെ വീക്ഷണം ഇതാണ്. സഹോദര, അത് പൂജാദ്രവ്യമാണ്. അത് അല്ലാഹുവല്ലാത്ത പ്രപഞ്ചനാഥനായ സൃഷ്ടാവല്ലാത്ത സൃഷ്ടികൾക്ക് പൂജ വെച്ചതാണ്. അതെനിക്ക് കഴിക്കൽ അനുവദനീയമല്ല. ഞാൻ എന്റെയും നിന്റെയും ദൈവമായ പടച്ചവനെ ആരാധിക്കുന്നവനാണ്. എനിക്കത് പറ്റൂല. അതേസമയം സന്തോഷത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന ഓണത്തിന്റെ പേരിലായാലും ക്രിസ്മസിന്റെ പേരിലായാലും സാധാരണ ഭക്ഷ്യപദാർത്ഥങ്ങൾ സന്തോഷത്തിന്റെ പേരിൽ വെക്കുന്നതും കൈമാറുന്നതും നമുക്ക് കഴിക്കാൻ കുഴപ്പമില്ല. എന്നാൽ അത് ആരാധനയുടെ പേരിൽ, പൂജയുടെ പേരിൽ, നൈവേദ്യങ്ങളായി ഒക്കെ വരുന്നത് നമുക്ക് പറ്റൂല. അതെന്താണ്? അതിലൊരു ആദർശം, ഒരു വിശ്വാസം കലർന്നിരിക്കുന്നു.
നമ്മൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉറച്ച നിലപാടാണ് നമുക്കുള്ളത്. ഈ പ്രപഞ്ചനാഥനായ റബ്ബിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കുകയില്ല, അതിന് മഹത്വം നമ്മൾ കൽപ്പിക്കുന്നില്ല, അതിന് നമ്മൾ സ്വീകരിക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ഉന്നതമായ ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഒരു സംഗതി, ഒന്ന്, നമ്മൾ മോശക്കാരനാണെന്ന് സ്വയം തോന്നൽ, അപകർഷത നമുക്ക് സംഭവിച്ചിരിക്കുന്നു. രണ്ട്, നമ്മൾ ഇസ്ലാമിനെ പഠിക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് നമുക്കിത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔന്നത്യത്തോടെ, ആത്മാഭിമാനത്തോടെ ഇസ്ലാമിനെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുസ്വര സമൂഹത്തിൽ ഇത് നമുക്ക് മറ്റുള്ളവരുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, ആരാധനയുടെ ഭാഗമായിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബഹുസ്വര സമൂഹത്തില് ആരോഗ്യകരമായ സഹവർത്തിത്വങ്ങൾ നമ്മൾ വളർത്തണം. പെരുന്നാളിനും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യണം. എന്നാൽ ആരാധനയുടെ ഭാഗമായിട്ടുള്ളത്, പ്രത്യേകതരം പൂജയുടെ ഭാഗമായിട്ടുള്ളത്, പ്രത്യേകതരം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളത്, അതിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് വിട്ടു നിൽക്കാൻ, അവരോട് സ്നേഹത്തോടെ നിരസിക്കാൻ നമുക്ക് സാധിക്കണം. അത് അവർക്ക് ഉൾക്കൊള്ളാനും കഴിയും, എല്ലാവർക്കും കഴിയും. ലോകത്തെ എല്ലാ മതത്തിനും അങ്ങനെ തന്നെയല്ലേ, എല്ലാ ആദർശത്തിനും അങ്ങനെ തന്നെയല്ലേ. അവരുടേതായ വ്യതിരിക്തമായ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ചിഹ്നങ്ങളും അടയാളങ്ങളും സംസ്കാരങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നു. അത് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. പരസ്പരം അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമല്ലോ. അപ്പോഴാണല്ലോ, ഓ, അത് നിങ്ങളുടെ വിശ്വാസമാണല്ലേ, അത് നിങ്ങളുടെ ആരാധനയാണല്ലേ, ഓ ശരി, നടന്നോട്ടെ, നല്ല കാര്യം, നിങ്ങൾക്കതിന് സൗകര്യം ചെയ്തു തരാം, പക്ഷെ ഞാനത് സ്വീകരിക്കൂല എന്ന നിലപാട്. നമ്മളിപ്പോ വന്നിട്ടുള്ള ഒരു സംഗതി എന്താണ്? ഒരു ഭാഗത്ത് സംഘപരിവാർ ഫാഷിസത്തിന്റെ കടന്നുകയറ്റം, ഹൈന്ദവ മത സഹോദരന്മാരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഇവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിനെ ഭീകരമാക്കി അവരുടേതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനെ അങ്ങേയറ്റം വർഗീയത ഉണ്ടാക്കുന്നതാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ ഭാഗമായിട്ട് ഇവിടെ മുസ്ലിം സമൂഹത്തെ അകറ്റി നിർത്തുകയും അവരോട് വിരോധം കാണിക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾക്കും ഭയം വരികയാണ്. അപ്പൊ നമ്മൾ പരമാവധി അവരുടേതൊക്കെ ഇങ്ങോട്ട് എടുത്താണ് ഞാൻ നല്ലൊരു മതേതര മുസ്ലിമാണ് എന്ന്. മതേതരത്വത്തിന്റെ അർത്ഥം അതാണ്. നമ്മളായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കലല്ലേ. നമ്മളല്ലാതെ നമ്മൾ മറ്റുള്ളവരുടേത് കൂടിയായി മറ്റുള്ളവരായി മാറിക്കൊണ്ട് നമ്മളും തമ്മിൽ ഒന്നാവലല്ലോ നമ്മുടെ മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത്. നമ്മളായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കലല്ലേ. അങ്ങനത്തെ ആരോഗ്യകരമായ സഹവർത്തിത്വമല്ലേ, അതല്ലേ നമുക്ക് വേണ്ടത്. എത്രയോ സ്കൂളുകളിലാണ് അത്തപ്പൂക്കളത്തിൽ അതുപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും നമ്മുടെ കുട്ടികൾ ആടിത്തിമർക്കുകയാണ്. എന്തെല്ലാം ബഹളങ്ങളാണ്, കോലാഹലങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ മാറിപ്പോവുകയാണ്. ആരെങ്കിലും മറ്റൊരു സമൂഹത്തോട് താദാത്മ്യപ്പെട്ടാൽ, അവരോട് സമീകരിക്കപ്പെട്ടാൽ, അവരെ പോലെ ആയാൽ അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും നമുക്കതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് നമ്മളായി നിൽക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരോട് ആരോഗ്യകരമായ സഹവർത്തിത്വങ്ങൾ പുലർത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അങ്ങയോട് ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓർത്തിട്ട് വേണം പറയാൻ. എന്നോട് സ്നേഹമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് എന്താണോ ഒന്ന് ചിന്തിച്ചിട്ട് പറയാൻ. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബു, നബിയെ, അങ്ങയെ ഞാൻ ഉറപ്പായി സ്നേഹിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇൻ കുന്ത തുഹിബ്ബുനി ഫഅഇദ് ലിൽ ഫഖർ, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യത്തെ വരവേൽക്കാൻ തയ്യാറായിക്കൊള്ളുക. ഫഇന്നൽ ഫഖറ അസ്റഉ ഇലാ മൻ യുഹിബ്ബുനി മിനസ് സൈൽ, എന്നെ ഇഷ്ടപ്പെടുന്നവന്റെ അടുക്കലേക്ക് മലവെള്ളപ്പാച്ചിലിൽ ചിരുന്ന പോലെ ദാരിദ്ര്യം വന്ന് കയറും, അതിശീഘ്രം ദാരിദ്ര്യം വന്ന് കയറും എന്ന്. നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നബിയെ കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ചിട്ടാണ് സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത് പലരും. ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പേറാൻ ഒരുങ്ങുന്നവർ മാത്രമേ നബിയെ സ്നേഹിച്ചവരാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആ വീട്ടിൽ വിളക്ക് തെളിക്കാൻ എണ്ണയില്ലായിരുന്നു. അയൽപക്കത്തുനിന്ന് ആയിഷ റളിയല്ലാഹു തആല കടം വാങ്ങി എണ്ണ കൊണ്ടുവന്നിട്ടാണ് വിളക്ക് തെളിച്ചതെന്ന് നമുക്കറിയാമല്ലോ. നബിയുടെ പടയങ്കി അന്ന് ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. വെറും കൈയോടെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടി അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധനാവുക എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. നബിയെ അറിയണം, ആ നബിയുടെ ജീവിതം പഠിക്കണം, എന്നിട്ട് കണ്ണീർ പൊഴിക്കണം. നമ്മൾ പറയുമല്ലോ, മങ്കൂസ് മൗലൂദ് ഓതിയിട്ട് എത്ര ആവേശത്തോടുകൂടിയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും അറിയുന്നത്? അങ്ങന്റെ ഉമ്മയാണോ അല്ല എന്റെ ഉപ്പയാണോ? ഞാൻ അവരാരിലും ഈ സ്വഭാവമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്റെ നബിയേ. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതാണോ? ഇത് നമ്മുടെ പാട്ടാണോ? അത് നമ്മുടെ പാട്ടാവണമെങ്കിൽ ഉമ്മയിലും ഉപ്പയിലും കാണാത്ത അതിമഹത്തായ സ്വഭാവം ആ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോ നമുക്ക് കിട്ടണ്ടേ? അല്ലാതെ നമ്മൾ എങ്ങനെ പറയും? അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്ന പൗർണമിയാണ്. നക്ഷത്രങ്ങൾക്കിടയിൽ ഉദിച്ചുയർന്ന പൂർണ്ണചന്ദ്രനാണങ്ങ്, ഞങ്ങളുടെ നേതാവേ എന്ന്. ആ നബിയെ അറിയാതെ, ജീവിതം വായിച്ചു പഠിക്കാതെ എങ്ങനെയാണ് ആ നബി ഒരു പൗർണമിയാണെന്ന് മനസ്സിലാവുക? സഹോദരന്മാരെ, എത്രയോ ആളുകൾ ആ നബിയെ പാടിപ്പുകഴ്ത്തിയിരിക്കുന്നു. നമുക്കിത് ബോധ്യമാവണ്ടേ? അതുകൊണ്ട് നമ്മൾ ആ നബിയെ അറിയണം, ആ ജീവിതത്തെ പഠിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം ആ നബിയെ പോലെ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഔന്നത്യം മനസ്സിലാക്കാനും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൊട്ടു പിന്നാലെ യാത്ര ചെയ്ത് സ്വർഗത്തിലെത്താനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.